ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാൻ എന്നെ അനുവദിക്കാത്തത് അത് വാസ്തവത്തിൽ എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുകൊണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത്, തെരഞ്ഞെടുപ്പ് രംഗത്തല്ലെങ്കിലും അല്ലാതെയും ഒരു നേതാവിനെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പാടില്ല. അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയത്തെ എത്ര കഠിനമായ ഭാഷയിലും നമുക്ക് വിമർശിക്കാം, അതിനെതിരെ പ്രതികരിക്കാം, പ്രതിഷേധിക്കാം. പക്ഷേ വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പാടില്ല എന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്താണെങ്കിൽ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ച് വ്യക്തിപരമായി ഒരു പരാമർശവും പറയാൻ പാടില്ല എന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ പിതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ പൈതൃകം കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്നെ എത്ര അധിക്ഷേപിച്ചാലും, എത്ര കഠിനമായ ഭാഷയിൽ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാലും ഞാൻ തിരിച്ചൊരു അധിക്ഷേപം അതിന് മറുപടിയായിട്ട് നടത്താൻ അരിയാടൻ ഷൗക്കത്തിന് കിട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളല്ല. ഞാൻ ഉയർത്തുന്ന, എൻ്റെ പാർട്ടി ഉയർത്തുന്ന, എൻ്റെ മുന്നണി ഉയർത്തുന്ന ഒരാശയവും രാഷ്ട്രീയവും കാഴ്ചപ്പാടുകളും നിലപാടുകളും അപ്പുറത്ത് മറ്റുള്ളവർ ഉയർത്തുന്ന നിലപാടുകളും തമ്മിലുള്ളൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഒരു സ്ഥാനവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ഞാൻ മറുപടി പറയണ്ടല്ലോ, അതൊക്കെ അവർ തന്നെ പറഞ്ഞല്ലോ. എല്ലാ കാര്യങ്ങളും വോട്ട് ചെയ്യാനെത്തില്ലേ, എല്ലാ കാര്യങ്ങളും അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനത് പറയേണ്ട കാര്യമില്ല. എത്ര ഞാൻ അപ്പോഴേ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്തൊക്കെ നിങ്ങൾ ശ്രമിച്ചാലും, നിങ്ങൾ ഇടതുപക്ഷത്തോട് പറഞ്ഞത്, ബാക്കിയുള്ളവരോട് പറഞ്ഞത്, നിലമ്പൂരിൽ UDF ഒരു ഭിന്നതയുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ ആദ്യം മുതലേ പറഞ്ഞൊരൊറ്റ കാര്യം, ഒരു വിള്ളൽ വേണ്ട, ഒരു ചെറിയ പോറൽ പോലും UDF ഉണ്ടാക്കാൻ കഴിയില്ല എന്നത്, ഇടതുപക്ഷം എന്തൊക്കെ ശ്രമിച്ചാലും സാധിക്കില്ല എന്നത് ഞാൻ ആദ്യം വ്യക്തമാക്കിയതാണ്. വളരെ വ്യക്തമായി അവർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.